ഇന്നത്തെ ക്ലാസ്സിൽ ബൂലിയൻ ആൾജിബ്രയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബൂലിയൻ ആൾജിബ്രയെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നു. അപ്പോൾ നമുക്കറിയാം ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളും മറ്റ് ഡിജിറ്റൽ ഡിവൈസുകളുമെല്ലാം ബേസിക്കായിട്ട് 2 സ്റ്റേറ്റ് മാത്രമുള്ള ട്രാൻസിസ്റ്റർ പോലുള്ള അടിസ്ഥാന ഘടകങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സർക്യൂട്ടുകൾ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൻ്റെയൊക്കെ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണെങ്കിലും മെമ്മറി ആണെങ്കിലും എല്ലാം തന്നെ അതിൻ്റെ എല്ലാം ബേസിക് കമ്പോണൻ്റ് എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ് ഡിവൈസായ ട്രാൻസിസ്റ്ററുകളാണ്. അതുകൊണ്ട് നമുക്ക് 2 സ്റ്റേറ്റ് ഉള്ള ഒരു റെപ്രസെൻറ്റേഷൻ സിസ്റ്റമാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത്. നമ്മളത് കണ്ടു കഴിഞ്ഞു, ബൈനറി നമ്പർ സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് ഈ ബൈനറി നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ 2 സ്റ്റേറ്റുള്ള ഒരു നമ്പർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ആൾജിബ്ര നമുക്ക് ആവശ്യമുണ്ട്. അതാണ് സാധാരണ സർക്യൂട്ട് സ്വിച്ചിങ്ങിനും മറ്റുമൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ബൂലിയൻ ആൾജിബ്ര പഠിക്കേണ്ടതിൻ്റെ ആവശ്യവും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബൂലിയൻ ആൾജിബ്ര. ബൂലിയൻ ആൾജിബ്ര ആ ഐഡിയ പ്രപ്പോസ് ചെയ്തത് ജോർജ് ബൂൽ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് ബൂലിയൻ ആൾജിബ്ര ആയിട്ട് പരിഗണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഐഡിയ അത് പ്രപ്പോസ് ചെയ്തത് 1854 അപ്പോൾ അദ്ദേഹം അതിനകത്ത് അത് പ്രപ്പോസ് ചെയ്തത് 2 സ്റ്റേറ്റ് ഉള്ള ഒരു നമ്പർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ആൾജിബ്ര ആയിട്ടാണ്. അതിനകത്ത് 3 ബേസിക് ആയിട്ടുള്ള 3 ഓപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ. ആ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്, ഓർ, നോട്ട്. ഈ ആൻഡ് എന്ന് പറയുന്നത് ബൂലിയൻ പ്രോഡക്റ്റ് എന്ന് പറയും ഇതിന്. ഓർ എന്ന് പറയുന്നത് ബൂലിയൻ സം, നോട്ട് എന്ന് പറയുന്നത് ബൂലിയൻ കോംപ്ലിമെൻറ്റ്. ഇതാണ് ഇതിൻ്റെ പേര്. ഈ 3 ഓപ്പറേഷൻസ് മാത്രമാണുള്ളത്. നമുക്കറിയാം നമ്മുടെ സാധാരണ ആൾജിബ്രയിൽ, കോമൺ ആൾജിബ്രയിൽ അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ, മറ്റ് നിരവധി ഓപ്പറേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിനകത്താകെ നമുക്ക് ബേസിക്കായിട്ട് 3 ഓപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. Boole's system was based on a binary approach, processing only 2 objects, the yes or no, true or false, on or off, 0 or 1. ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. എസ് ഓർ നോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എസ് ഓർ നോ എന്ന് പറഞ്ഞാണ് നമ്മുടെ ആ 2 സ്റ്റേറ്റുകൾ, ഒന്ന് എസ് ആണെങ്കിൽ ഒന്ന് നോ ആണ്. അല്ലെങ്കിൽ നമുക്കതിനെ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓൺ ഓർ ഓഫ് എന്ന് പറയാം, അല്ലെങ്കിൽ 0 ഓർ 1 എന്ന് പറയാം. എങ്ങനെയായാലും ആ സിസ്റ്റത്തിൽ ആകെ 2 എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ആൾജിബ്ര പോലെയുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പ്രപ്പോസ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ബേസിക് ആയിട്ടുള്ള ചില ട്രൂ വാല്യൂസ് ഉണ്ട്. ആ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ അങ്ങനെ തന്നെയാണെന്ന് അസ്യൂം ചെയ്യും. ഫോർ എക്സാമ്പിൾ, a⁻0 എന്ന് പറയുന്നത് 1 ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ. അതിന് പ്രത്യേകിച്ച് പ്രൂഫൊന്നുമില്ല. a⁻1 അപ്പോൾ a⁻0 2⁻0 ആയാലും 10⁻0 ആയാലും എല്ലാം അത് 1 ആണ്. അപ്പോൾ അതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ പോസ്റ്റുലേറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ ബൂലിയൻ ആൾജിബ്രയിലും കുറച്ച് പോസ്റ്റുലേറ്റ്സ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രപ്പോസ് ചെയ്തത് ബൂലല്ല, ജോർജ് ബൂലല്ല. അതിനുശേഷം ഈ സിസ്റ്റം ഫോളോ ചെയ്ത് അതിന് മുകളിൽ കൂടുതൽ വർക്ക് ചെയ്ത ഹണ്ടിങ്ടൺ എന്ന് പറയുന്ന ഒരു ഇലക്ട്രീഷ്യനാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഇദ്ദേഹം 1904 അതായത് 1854 കഴിഞ്ഞ് ഏകദേശം 50 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഫർദർ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ജോർജ് ബൂൽ പ്രപ്പോസ് ചെയ്തതാണ്. അതായത് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നതിനകത്ത് 2 സെറ്റ് എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സെറ്റാണിത്. ബി എന്ന് പറയുന്നത് ബൈനറി സെറ്റ് 0 and 1. അതിനകത്തുള്ള ഓപ്പറേഷൻസ് 2 ബൈനറി ഓപ്പറേഷൻസ്, പ്ലസ് ആൻഡ് ഡോട്ട്. ഈ പ്ലസ് സ്റ്റാൻഡ്സ് ഫോർ സം അല്ലെങ്കിൽ ഓർ, ഡോട്ട് സ്റ്റാൻഡ്സ് ഫോർ പ്രോഡക്റ്റ് ഓർ ആൻഡ്. പിന്നെ ഉള്ളതൊരു കോംപ്ലിമെൻ്റ് ആണ്. അതൊരു യൂണറി ഓപ്പറേറ്ററാണ്. പിന്നെയുള്ള ചില കാര്യങ്ങൾ ക്ലോഷർ വിത്ത് റെസ്പെക്ട് ടു പ്ലസ് ഓപ്പറേറ്റർ, ഓർ ഓപ്പറേറ്റർ ആൻഡ് ഡോട്ട് ഓപ്പറേറ്റർ. അതായത് നമ്മൾ ഈ സെറ്റിലുള്ള ഏത് എലമെൻറ്റിൻ്റെ മുകളിലും നമ്മൾ ഓർ ഓപ്പറേഷനോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആൻഡ് ഓപ്പറേഷനോ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടും ഈ സെറ്റിലുള്ള എലമെൻറ്റ് തന്നെ ആയിരിക്കും. അതിനെയാണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുക. ക്ലോഷറാണ്. അതുപോലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0 ഫോർ ഓപ്പറേറ്റർ ഓർ ആൻഡ് 1 ഫോർ ഓപ്പറേറ്റർ ആൻഡ്. അതായത് 0 എന്ന് പറയുന്ന എലമെൻറ്റ് ഐഡൻറ്റിറ്റി എലമെൻ്റാണ്
ബൂലിയൻ സമ്മിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഓറിൻ്റെ കേസിൽ, അതായത് ഏതൊരു ബൈനറി വാല്യൂവിനോടുകൂടിയും 0 ഓർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം എലമെൻറ്റ് തന്നെയായിരിക്കും. അതായത് 0 എലമെൻറ്റ് ഓർ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ വാല്യൂവിന് ചേഞ്ച് വരില്ല. അതാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ 1 ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഫോർ ആൻഡ് ഓപ്പറേഷൻ. അതായത് ഏതൊരു ബൈനറി വാല്യൂവിനോട് ഒപ്പവും 1 ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ സെയിം തന്നെയായിരിക്കും. കമ്മ്യൂട്ടേറ്റിവിറ്റി വിത്ത് റെസ്പെക്ട് ടു പ്ലസ് ആൻഡ് ഡോട്ട്, അതായത് എക്സ് ഓർ വൈ ഈസ് ഈക്വൽ ടു വൈ ഓർ എക്സ്, എക്സ് ഓർ വൈ ഈസ് ഈക്വൽ ടു വൈ ആൻഡ് എക്സ്. ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് ഡോട്ട് ഓവർ പ്ലസ് ആൻഡ് പ്ലസ് ഓവർ ഡോട്ട്, അതായത് ഈ എക്സാമ്പിൾ നോക്കുക. എക്സ് ആൻഡ് വൈ ഓർ ഇസെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ ഓർ എക്സ് ആൻഡ് ഇസെറ്റ്. എക്സ് ആൻഡ് വൈ ഓർ ഇസെറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ചെയ്യാണ് ഓവർ ആൻഡ്, ഓർ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് ഡോട്ട് പ്ലസ് ഓവർ ആൻഡ്. അങ്ങനെ ചെയ്യുമ്പോൾ എക്സ് ഇവിടെ നമുക്കറിയാം, ഇത് നമ്മുടെ സാധാരണ ആൾജിബ്രയിലുള്ളത് പോലെ തന്നെയാണ് എക്സ് ആൻഡ് വൈ ഓർ എക്സ് ആൻഡ് ഇസെറ്റ്. അതുപോലെ തിരിച്ചുകൊണ്ട് ഇത് ബൈനറിയിൽ മാത്രമേ ഉള്ളൂ, ബൂലിയൻ ആൾജിബ്രയിൽ മാത്രമേ ഉള്ളൂ. എക്സ് ഓർ വൈ ആൻഡ് ഇസെറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഓർ വൈ ആൻഡ് എക്സ് ഓർ ഇസെറ്റ് ആണ്. എക്സ് ഓർ വൈ ആൻഡ് ഇസെറ്റ് ആണിത്. അത് നമുക്ക് ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെയും എഴുതാം, എക്സ് ഓർ വൈ ആൻഡ് എക്സ് ഓർ ഇസെറ്റ്. ഇതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് തിയറം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. There are at least 2 elements x, y in V such that x is not equal to y. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സെറ്റിനകത്ത് 2 എലമെൻറ്റ്സ് ഉണ്ട്, അത് രണ്ടും സെറ്റിനകത്തുള്ളതാണ്, പക്ഷേ രണ്ടും ഡിഫറൻറ്റുമാണ്. അപ്പം എന്ന് പറയുമ്പോൾ 0യും 1നെയാണത് മീൻ ചെയ്യുന്നത്. മിനിമം 2 എലമെൻറ്റ്സ് ഉണ്ട്. Complement for every element x is x, x dash. X is x dash with the x or x dash is 1 and x and x dash is 0. ഇതാണ് വേറൊരു പ്രോപ്പർട്ടി. കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഏത് എലമെൻറ്റിനും ഈ ബി എന്ന് പറയുന്ന സെറ്റിലുള്ള ഓരോ എലമെൻറ്റിനും അതിൻ്റെ കോംപ്ലിമെൻ്റ് ഉണ്ട്. ആ കോംപ്ലിമെൻറ്റും ആ എലമെൻറ്റും അതിൻ്റെ കോംപ്ലിമെൻറ്റും തമ്മിൽ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ 0 കിട്ടും. അതായത് 0 ഓർ 1 എന്ന് പറയുന്നത് 1 ആണ്, 0 ആൻഡ് 1 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇത് നമ്മൾ ബേസിക്കായിട്ടൊരു 3 ടെർമിനോളജി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഒന്ന് ലിറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ്, അതിനെയാണ് ലിറ്ററൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മുടെ ആൾജിബ്രയിൽ, ബൂലിയൻ ആൾജിബ്രയിൽ നമുക്ക് മറ്റ് ആൾജിബ്രകൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം, വേരിയബിൾസ് എടുക്കാം. അപ്പോൾ കോമൺ ആൾജിബ്രയിൽ നമ്മൾ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുക്കുകയാണെങ്കിൽ അതിന് ഏത് വാല്യൂ വേണമെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ബൂലിയൻ ആൾജിബ്രയിലാകുമ്പോൾ ആകെ 2 വാല്യൂസേ ഉള്ളൂ, 0യും 1. അപ്പോൾ 0 ഓർ 1 ആയിരിക്കും ആ വേരിയബിളിൻ്റെ വാല്യൂ. ഏത് ബൂലിയൻ വേരിയബിളിൻ്റെയും വാല്യൂ 0 ഓർ 1 ആയിരിക്കും. അപ്പോൾ ഒരു ബൂലിയൻ വേരിയബിൾ എക്സ്, അതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എക്സ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. എക്സ് 0 ആണെങ്കിൽ എക്സ് കോംപ്ലിമെൻറ്റ് 1, എക്സ് 1 ആണെങ്കിൽ എക്സ് കോംപ്ലിമെൻറ്റ് 0യും. അപ്പോൾ ഒരു വേരിയബിളിനെ അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റിനെയാണ് നമ്മൾ ലിറ്ററൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറഞ്ഞാൽ ലിറ്ററലാണ്, എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ലിറ്ററലാണ്, വൈ ബാർ എന്ന് പറഞ്ഞാൽ വേറെ ലിറ്ററലാണ്. ഇങ്ങനെ നമുക്ക് ഇതിനെല്ലാം ലിറ്ററൽ എന്ന് പറയാം. അതായത് ഒരു വേരിയബിൾ ഇൻ ഇറ്റ്സ് നോർമൽ ഫോം ഓർ ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഫോം, ഏതിനും നമുക്ക് ലിറ്ററൽ എന്ന് പറയാം. ലിറ്ററൽ. പ്രോഡക്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 2 ലിറ്ററൽസ് കണക്റ്റഡ് ബൈ 2 ലിറ്ററൽസ് കണക്റ്റഡ് ബൈ ആൻഡ് ഓപ്പറേറ്റർ. ഇപ്പോൾ എക്സ് ആൻഡ് വൈ, എ ആൻഡ് ബി, സി ആൻഡ് ഡി ബാർ, ഇതെല്ലാം പ്രോഡക്റ്റ് ടേംസാണ്. മിനിമം 2 എണ്ണം ഉണ്ടാവും, 2ൽ കൂടുതലും ആകാം. നമുക്ക് വേണമെങ്കിൽ എക്സ് ആൻഡ് വൈ ആൻഡ് സെഡ് എന്ന് പറയാം, അതും ഒരു പ്രോഡക്റ്റ് ടേമാണ്. അതുപോലെ സം ടേം, 2 ലിറ്ററൽസ്, 2 ലിറ്ററൽസ് കണക്റ്റഡ് ബൈ, മിനിമം 2 ലിറ്ററൽസ് കണക്റ്റഡ് ബൈ പ്ലസ് ഓപ്പറേറ്റർ ഓർ ഓപ്പറേഷൻ. എ ഓർ ബി, എക്സ് ഓർ വൈ, പി ഓർ ക്യൂ ബാർ, ഇതെല്ലാം സം ടേംസാണ്. അപ്പോൾ നമുക്ക് പോസ്റ്റ്ലേറ്റ്സ് ഒന്ന് റിവ്യൂ ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് പോസ്റ്റ്ലേറ്റ്സ്. ഒന്നാമത്തത്, നമ്മുടെ സെറ്റിനകത്ത് 2
എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, 0 ആൻഡ് 1. 2 ബൈനറി ഓപ്പറേഷൻസ്, ഓർ ആൻഡ് ആൻഡ്. കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഒരു യൂണറി ഓപ്പറേഷനാണ്. ബൈനറി ഓപ്പറേഷൻസ് 2 എണ്ണമാണ്, ഓർ ഓപ്പറേഷനും ആൻഡ് ഓപ്പറേഷനും. അപ്പോൾ ഈ ഓപ്പറേഷൻസിൻ്റെ റൂളുകൾ എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് ആൻഡ്, എന്താണ് ഓർ, എന്താണ് നോട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് കോളം കാണിക്കുന്നത് എക്സിനെയാണ്, എക്സ് എന്നുള്ള വേരിയബിളാണ്. സെക്കൻഡ് കോളം വൈ എന്നുള്ള വേരിയബിളാണ്. തേർഡ് കോളം എക്സ് ആൻഡ് വൈ എന്നുള്ളതാണ്. അതായത് നമ്മൾ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ്റെ പ്രോപ്പർട്ടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കോളം എക്സ്, സെക്കൻഡ് കോളം വൈ, തേർഡ് കോളം എക്സ് ആൻഡ് വൈ. അപ്പോൾ ഈ 2 വേരിയബിളിലെ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഓരോ റോയുടെയും നേരെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എക്സും വൈയും 0 0 ആണെങ്കിൽ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് 0 ആണ്. എക്സ് ആൻഡ് വൈ 0. എക്സിൻ്റെ വാല്യൂ 0യും വൈയുടെ വാല്യൂ 1ഉം ആണെങ്കിൽ എക്സ് ആൻഡ് വൈ 0 തന്നെയാണ്. എക്സിൻ്റെ വാല്യൂ 1ഉം വൈയുടെ വാല്യൂ 0യും ആണെങ്കിലും 0 ആണ്. അതായത് രണ്ട് വേരിയബിൾസിൽ രണ്ടും 0യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0യോ ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. 2 ഇൻപുട്ടും 1 വരുന്ന കേസിൽ മാത്രം നമുക്ക് ഔട്ട്പുട്ട് 1 വരുന്നുണ്ട്. അതായത് ആൻഡ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ടാണ്, ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ ഇൻപുട്സാണ് എക്സും വൈ എന്ന് കരുതിയാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ ആണ്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സും വൈയും, ഔട്ട്പുട്ട് എക്സ് ആൻഡ് വൈ. അപ്പോൾ നമുക്ക് 2 ഇൻപുട്സും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ കോമ്പിനേഷനിലും ഔട്ട്പുട്ട് 0 ആണ്. അതാണ് ആൻഡ് ഓപ്പറേഷൻ. ഇനി ഓർ ഓപ്പറേഷൻ നോക്കാം. ഓറിൽ ഇതേപോലെ തന്നെ ഫസ്റ്റ് കോളം എക്സ്, സെക്കൻഡ് കോളം വൈ, തേർഡ് കോളം എക്സ് ഓർ വൈ. അതായത് എക്സും വൈയും ഇൻപുട്സാണ്. എക്സ് ഓർ വൈ എന്ന് പറയുന്നതാണ് ഈ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ 2 ഇൻപുട്സ് 0 കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. ആൻഡിൻ്റെ കേസിൽ അതുപോലെ തന്നെയാണ്. 2 ഇൻപുട്ട് 0 ആകുമ്പോൾ ഔട്ട്പുട്ടും 0. ഇവിടെ എക്സ് 0 വൈ 1 അങ്ങനെ വരികയാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. ഇത് ആൻഡിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. എക്സിൻ്റെ വാല്യൂ 1ഉം വൈയുടെ വാല്യൂ 0 ആണെങ്കിലും ഔട്ട്പുട്ട് 1 ആണ്. എക്സും വൈയും 1 ആണെങ്കിലും ഔട്ട്പുട്ട് 1 ആണ്. അതായത് ഓറിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് 2 ഇൻപുട്ടും 0 ആണെങ്കിൽ മാത്രം 0, ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. മിനിമം ഒരു ഇൻപുട്ട് 1 ആയാൽ മതി. ഓറിൻ്റെ കേസിൽ അത് ഔട്ട്പുട്ട് 1 ആയിരിക്കും. പക്ഷേ ആൻഡിൻ്റെ കേസിൽ ഓൾ ദ ഇൻപുട്സ്, 2 ഇൻപുട്ട് 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ കേസിലും ഔട്ട്പുട്ട് 0 ആണ്. ഇനി നോട്ടിൻ്റെ കേസിൽ, നോട്ട് എന്ന് പറയുന്നത് യൂണറി ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. അതിന് ഒരു ഇൻപുട്ടേ ആവശ്യമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കോളം ഇൻപുട്ടും സെക്കൻഡ് കോളം ഔട്ട്പുട്ടുമാണ്. ഫസ്റ്റ് കോളം എക്സും സെക്കൻഡ് കോളം എക്സ് കോംപ്ലിമെൻറ്റുമാണ്, എക്സ് ബാറാണ്. അപ്പോൾ നമുക്കറിയാം ഈ നോട്ട് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്, നോട്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ടിനെ ജസ്റ്റ് കോംപ്ലിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവേർട്ട് ചെയ്യുക എന്ന് പറയും. അപ്പോൾ എക്സ് ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1, ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0. അതായത് ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ടിൻ്റെ കോംപ്ലിമെൻറ്റ് ഫോമാണ് ഔട്ട്പുട്ടിലേക്ക് വരിക. ഇപ്പോൾ പോസ്റ്റ്ലേറ്റ്സിൽ ഒന്നാമത്തത് ക്ലോഷറാണ്. അതായത് ഓർ ഓപ്പറേഷനും ആൻഡ് ഓപ്പറേഷനും ഈ ബൂലിയൻ ആൾജിബ്ര ക്ലോസ്ഡ് ആണ്. അതായത് ഇതിനകത്തുള്ള ഏത് വാല്യൂവിൽ നമ്മൾ ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിലും ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിലും നമുക്ക് കിട്ടുന്നത് 0 or 1 ആയിരിക്കും. അത് നമുക്ക് ഈ എക്സാമ്പിൾസിൽ നമുക്ക് കാണാം. നമ്മൾ ഏത് ഇൻപുട്ട് അപ്ലൈ ചെയ്തപ്പോഴും ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് ഒന്നുകിൽ 0 ആണ് അല്ലെങ്കിൽ 1 ആണ്. ഈ 3 ബേസിക് ഓപ്പറേഷൻസിലും അങ്ങനെ തന്നെയാണ്. ഈ 0യും 1ഉം അല്ലാതൊരു വാല്യൂ നമുക്കൊരിക്കലും ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് ക്ലോസ്ഡ് ആണ്, ക്ലോഷർ പ്രോപ്പർട്ടി. അതുപോലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്സ്, പ്ലസ് എന്നുള്ള ഓപ്പറേറ്ററാണ് അല്ലെങ്കിൽ ഓർ എന്നുള്ള ഓപ്പറേഷൻ്റെ കേസിൽ 0 എന്ന് പറയുന്നതാണ് ഐഡൻറ്റിറ്റി. അതായത് 1നോടുകൂടെ 0 ഓർ ചെയ്തപ്പോൾ ഈ ഇൻപുട്ട് തന്നെയാണ് ഔട്ട്പുട്ട്. ഈ ഇൻപുട്ടിനോട് കൂടി, ഇതൊരു ഇൻപുട്ടാണ്, അതിനോടുകൂടെ നമ്മൾ അടുത്ത ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് 0 ആണെങ്കിലും ഔട്ട്പുട്ട് 1 തന്നെയാണ്. അതായത് 0 ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ വാല്യൂവിൽ പ്രത്യേകിച്ചൊരു ചേഞ്ച് വരുന്നില്ല. ഇവിടെ നോക്കും, ഇവിടെ 0യോടുകൂടെ നമ്മൾ വീണ്ടും 0 ആഡ് ചെയ്ത് കഴിഞ്ഞാലും 0 തന്നെയാണ്. 1നോട് കൂടെ 0 ഓർ ചെയ്ത് കഴിഞ്ഞാലും വാല്യൂ 1 തന്നെയാണ്. അതായത് അതൊരു ഐഡൻറ്റിറ്റി ടേമാണ്. അതുപോലെ ആൻഡിൻ്റെ കേസിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. 0യോട് കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ 0 തന്നെയാണ്. 1നോട് കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആണ്. 1നോട് കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് ഇതേ വാല്യൂ തന്നെയാണ് ഔട്ട്പുട്ടിലേക്ക് വരുന്നത്.
ഇവിടെ സീറോയോട് കൂടെ 1 ആൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ഔട്ട്പുട്ട് വരുന്നത് 0 തന്നെയാണ്. ഇത് തന്നെയാണ് ഇൻപുട്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ 1 ആൻഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല. പക്ഷേ 1 ഓർ ചെയ്യുമ്പോൾ വാല്യൂ മാറും. സീറോയോട് കൂടെ 1 ഓർ ചെയ്യുമ്പോൾ 1 ആയി മാറും. പക്ഷേ 1 ആൻഡ് ചെയ്യുന്നത് കൊണ്ട് 0 തന്നെയാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സമ്മിൻ്റെ കേസിൽ ബൂലിയൻ സം അല്ലെങ്കിൽ ഓർ ഓപ്പറേഷൻ്റെ കേസിൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. പ്രോഡക്റ്റിൻ്റെ കേസിൽ ബൂലിയൻ പ്രോഡക്റ്റിൻ്റെ കേസിൽ അല്ലെങ്കിൽ ആൻഡ് ഓപ്പറേഷൻ്റെ കേസിൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത് ഇതാണ്. എക്സ് ഓർ വൈ ഈക്വൽ ടു വൈ ഓർ എക്സ്, എക്സ് ആൻഡ് വൈ ഈക്വൽ ടു വൈ ആൻഡ് എക്സ്. എക്സ് ഓർ വൈ എന്ന് പറഞ്ഞാൽ നമുക്കത് തിരിച്ച് വൈ ഓർ എക്സ് എന്ന് എഴുതാം. അതുപോലെ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നതും വൈ ആൻഡ് എക്സ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. ഇത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് നമ്മളൊരു ലോ അല്ലെങ്കിൽ ഒരു തിയറം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുക എന്നുള്ളതാണ്. ട്രൂത്ത് ടേബിൾ എന്നുള്ള പേര് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നു. തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ നമ്മൾ എക്സിൻ്റെയും വൈയുടെയും ഓറിൻ്റെയും ആൻഡിൻ്റെയും കോംപ്ലിമെൻറ്റിൻ്റെയും നോട്ടിൻ്റെയും ടേബിൾ വരച്ചില്ലേ, ആ ടേബിളിന് പറയുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ. ആ ടേബിളുകളിൽ എപ്പോഴും ട്രൂത്ത് വാല്യൂസാണ് കാണിക്കുന്നത്. അതായത് ഇത് ആൻഡിൻ്റെ ട്രൂത്ത് ടേബിളാണ്, ഇത് ഓറിൻ്റെ ട്രൂത്ത് ടേബിളാണ്, ഇത് നോട്ടിൻ്റെ ട്രൂത്ത് ടേബിളാണ്. ഇങ്ങനെ വരയ്ക്കുന്ന ടേബിളിനെയാണ്. അതായത് ഒരു സൈഡിൽ ഇൻപുട്സും മറ്റേ സൈഡിൽ ഔട്ട്പുട്സും. അപ്പോൾ ഇതിൽ എക്സിനും വൈക്കും പോസിബിൾ ആവുന്ന എല്ലാ വാല്യൂസും നമ്മൾ കൊടുത്തിട്ടുണ്ട്, എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും. ഈ 0 0 0 1 1 0 1 1 അല്ലാതെ വേറൊരു കോമ്പിനേഷൻ ഈ എക്സ് ആൻഡ് വൈക്ക് ഇല്ല. അപ്പോൾ അത് എല്ലാ ഇൻപുട്ട് വാല്യൂസും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇൻപുട്ട് വാല്യൂസും കൊടുക്കുക. ഓരോ കേസിലും കിട്ടുന്ന ഔട്ട്പുട്ട് എഴുതുക. അങ്ങനെ വരയ്ക്കുന്ന ഈ ടേബിളിന് പറയുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ. അപ്പോൾ 3 ട്രൂത്ത് ടേബിളുകളാണ് നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ളത്. ഈ ട്രൂത്ത് ടേബിൾ മെത്തേഡ് ഉപയോഗിച്ച് നമുക്കൊരു തിയറം പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഇങ്ങനെയാണ്. എക്സ് ആൻഡ് വൈ ഓർ ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഓർ എക്സ് ഇസഡ് ആണ്. എക്സ് ആൻഡ് വൈ ഓർ ഇസഡ് ഇസ് എക്സ് വൈ ഓർ എക്സ് ഇസഡ്. അതായത് എക്സ് ആൻഡ് വൈ ഓർ എക്സ് ആൻഡ് ഇസഡ്. നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ ആദ്യം വൈ ഓർ ഇസഡ് എന്നുള്ള ടേമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എക്സും വൈ ഇസഡ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പോസിബിൾ കോമ്പിനേഷൻസ് എല്ലാം എഴുതി. അതായത് 0 0 0 മുതൽ 1 1 1 വരെയുള്ള എല്ലാ കോമ്പിനേഷൻസും. ഓരോ കേസിലും വൈ ഓർ ഇസഡ് എന്താണെന്ന് എഴുതി. വൈ ഓർ ഇസഡ് എന്ന് പറയുമ്പോൾ വൈയുടെയും ഇസഡിൻ്റെയും ഓർ ഫംഗ്ഷൻ. 0 or 0 0 0 or 1 1 1 0 1 1 1 1 0 0 0 0 1 1 1 0 1 1 1 1. ഇനി ഇതിനോടുകൂടെ എക്സ് ആൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എക്സ് ആൻഡ് വൈ ഓർ ഇസഡ് കിട്ടും. അപ്പോൾ എക്സ് ആൻഡ് ചെയ്യുമ്പോൾ ഈ 4 എണ്ണത്തിൻ്റെ കേസിലും എക്സ് 0 ആണ്. ആദ്യത്തെ 4 പോസിബിലിറ്റീസിൽ 4ഉം എക്സ് 0 ആണ്. അതുകൊണ്ട് ആ 4ഉം 0 തന്നെയായിരിക്കും. പിന്നെ നമുക്ക് എക്സ് 4 1 ആണ്. അപ്പോൾ ഈ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും. അപ്പോൾ ഈ വാല്യൂ 0 ആയതുകൊണ്ട് ഇത് 0 ആയി പോകും. ബാക്കി 3ഉം 1 ആണ്. ഇവിടെയും 3ഉം 1 ആണ്. അതുകൊണ്ട് ഇവിടെ 1 വരും. അപ്പോൾ ഇതാണ് എക്സ് ആൻഡ് വൈ ഓർ ഇസഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് നമുക്കിതിൻ്റെ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ ഓർ എക്സ് ആൻഡ് ഇസഡ് ആണ്. അപ്പോൾ അതിനകത്തുള്ള ഓരോ ടേമും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നു. എക്സ് ആൻഡ് വൈ ആദ്യം കാണുന്നു. എക്സ് ആൻഡ് വൈ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എക്സ് ആൻഡ് വൈ ഈ രണ്ട് കേസിൽ മാത്രമേ രണ്ടും 1 ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ മാത്രം നമുക്ക് 1 വരും. ഇവിടെ എക്സ് ആൻഡ് ഇസഡ് വരുന്നത് ഇങ്ങനെയാണ്. അതായത് എക്സ് ആൻഡ് ഇസഡ്, എക്സിനും ഇസഡിലും 2 ഇൻപുട്സും 1 വരുന്ന കേസ് ഒന്നിതുമാണ്. ബാക്കിയുള്ള എല്ലാ കേസിനും ഒന്നുകിൽ എക്സ് 0 ആണ് അല്ലെങ്കിൽ ഇസഡ് 0 ആണ്. അപ്പോൾ നമുക്ക് 2 1 വരും. ഇനി ഇത് രണ്ടും തമ്മിൽ ഓർ ചെയ്യുമ്പോൾ ഈ 3 കേസിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ കേസിലും 2 ഇൻപുട്സും 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന 1 ആയിരിക്കും. അപ്പോൾ ഈ 2 കോളം, ഈ ബ്ലൂ കളറിലുള്ള കോളവും റെഡ് കളറിലുള്ള കോളവും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 2 കോളവും എക്സാക്ട്ലി സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ഈ 2 ഫംഗ്ഷനും ഈക്വൽ ആണ്. അതായത് എക്സ് ആൻഡ് വൈ ഓർ ഇസഡ് എന്ന് പറയുന്നതും എക്സ് ആൻഡ് വൈ ഓർ എക്സ് ആൻഡ് ഇസഡ് എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരേ വാല്യൂസ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് നമുക്ക് തിയറംസ് പ്രൂവ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡോ റൈറ്റ് ഹാൻഡ് സൈഡോ ഒന്ന് തന്നെയാണോ എന്ന് നോക്കിയാൽ മതി. നെക്സ്റ്റ് ഈസ് കോംപ്ലിമെൻറ്റ് ലോ. എക്സ് ഓർ എക്സ് ബാർ ഈസ് 1. അതായത് എക്സ് ഓർ എക്സ് ബാർ ആണ്. അപ്പോൾ 0 ആണ് നമ്മുടെ എക്സ് എങ്കിൽ എക്സ് ബാർ എന്ന് പറയുന്നത് 0 ബാർ ആണ്. അതായത് 0 ബാർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 0 or 1 ദറ്റ് ഈസ് ഈക്വൽ ടു 1.
ഇനി എക്സ് 0 ആണെന്ന് വിചാരിക്കുക, എക്സ് 0 ആണെങ്കിൽ എക്സ് 1 ആണെന്ന് വിചാരിക്കുക. എക്സ് 1 ആണെങ്കിൽ 1 or 1 bar, 1 or 1 bar is 0, 1 or 0 is again 1. അപ്പോൾ അതാണ് പറയുന്നത് എക്സ് ഓർ എക്സ് ബാർ ഈസ് ഓൾവേസ് 1. അതായത് ഒരു വേരിയബിളും അതിൻ്റെ കോംപ്ലിമെൻറ്റും തമ്മിൽ ഓർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ആണ് കിട്ടുക. ഇനി എക്സ് ആൻഡ് എക്സ് ബാർ ഈസ് ഓൾവേസ് 0. വെരിഫൈ ചെയ്യാം. എക്സിന് വാല്യൂ 0 ആണെന്ന് കരുതുക. അപ്പോൾ 0 and 0 ബാർ, അതായത് 0 and 1 ഈസ് 0. 0 and 1 0 ആണ്. നമ്മൾ കണ്ടു ആൻഡിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. 2 ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 വരൂ. ഈ കേസിൽ ഒരു ഇൻപുട്ട് 0 ആണ്. അതുപോലെ നമ്മുടെ എക്സിൻ്റെ വാല്യൂ 1 എന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ എക്സ് 1 എടുക്കുകയാണെങ്കിൽ 1 and 1 കോംപ്ലിമെൻ്റ് ആണ്. 1 and 1 ബാർ ഇസ് ഈക്വൽ ടു 1 and 0 ഇസ് ഈക്വൽ ടു 0. അതായത് ഒരു വാരിയബിളും അതിൻ്റെ കോംപ്ലിമെൻറ്റും തമ്മിൽ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. ഒരു വാരിയബിളും അതിൻ്റെ കോംപ്ലിമെൻറ്റും തമ്മിൽ ഓർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 0 ആയിരിക്കും. ഓക്കെ, അടുത്ത പോസ്റ്റ്ലേറ്റ് പറയുന്നത് ഹാസ് 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് 1 and 0 വിത്ത് 0 നോട്ട് ഈക്വൽ ടു 1. അതായത് നമുക്കറിയാം നമ്മുടെ ബൂലിയൻ ആൾജിബ്ര ഡിപ്പെൻഡ് ചെയ്യുന്ന സെറ്റ് ബൈനറി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ളത് 2 എലമെൻറ്റ്സ് ആണ്, 0 and 1. അത് ഒന്നിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്, മറ്റേതെന്ന് നമ്മൾ എടുത്തു. അപ്പോൾ രണ്ടും ഡിഫറൻറ്റുമാണ്. 2 എലമെൻറ്റ്സ് ഉണ്ട്. ആ 2 എലമെൻറ്റ്സ് 0 ഉം 1 ഉം ആണ്. അത് രണ്ടും ഡിഫറൻറ്റുമാണ്. 0 ഉം 1 ഉം ഡിഫറൻ്റ് ആണ്. അപ്പോൾ എ സെറ്റ് ഓഫ് 2 എലമെൻറ്റ്സ്, 2 ഓപ്പറേഷൻസ്, 2 ബൈനറി ഓപ്പറേഷൻസ് ആൻഡ് എ യൂണറി ഓപ്പറേഷൻ. ഇതാണ് നമ്മുടെ ബൈനറി അല്ലെങ്കിൽ ബൂലിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. ബേസിക്കലി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ പറയാം. ഒരു സെറ്റുണ്ട്, അതിനകത്ത് 2 നമ്പേഴ്സ് ഉണ്ട്, 2 എലമെൻറ്റ്സ് ആണുള്ളത്. ഓർ ഓപ്പറേഷനും ആൻഡ് ഓപ്പറേഷൻ, ഇങ്ങനെ 2 ബൈനറി ഓപ്പറേഷൻസ് ഉണ്ട്. ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 2 ഓപ്പറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേഷൻ. പിന്നെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ഒരു യൂണറി ഓപ്പറേഷൻ ഉണ്ട്, നോട്ട് എന്ന് പറയുന്നൊരു ഓപ്പറേഷൻ. യൂണറി ഓപ്പറേറ്ററാണ്, ഓരോ ഓപ്പറൻറ്റിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നത്. ബൈനറി ലോജിക് ഈസ് എ 2-valued ബൂലിയൻ ആൾജിബ്ര. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പ്രോപ്പർട്ടിയാണ് ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് സേസ് ദാറ്റ് ഇഫ് എൻ എക്സ്പ്രഷൻ ഈസ് വാലിഡ് ഇൻ ബൂലിയൻ ആൾജിബ്ര ദ ഡ്യുവൽ ഓഫ് ദാറ്റ് എക്സ്പ്രഷൻ ഈസ് ഓൾസോ വാലിഡ്. അതായത് ഒരു എക്സ്പ്രഷൻ വാലിഡ് ആണെങ്കിൽ അതിൻ്റെ ഡ്യുവലും വാലിഡാണ്. എന്താണ് ഡ്യുവൽ എന്ന് പറഞ്ഞാൽ? ഡ്യുവൽ, to form the dual of an expression, replace all OR operations with AND operations and all AND operations with OR operations and all ones with zeros and all zeros with ones. അതായത് നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള എല്ലാ OR ഓപ്പറേഷനെയും AND ഓപ്പറേഷനാക്കി മാറ്റുക, AND ഓപ്പറേഷനെയും OR ഓപ്പറേഷനാക്കി മാറ്റുക. അതുപോലെ എല്ലാ വൺസിനെയും സീറോസാക്കി മാറ്റുക, എല്ലാ സീറോസിനെയും വൺസാക്കി മാറ്റുക. അപ്പോൾ കിട്ടുന്ന എക്സ്പ്രഷനെയാണ് നമ്മൾ ആ ഒറിജിനൽ എക്സ്പ്രഷൻ്റെ ഡ്യുവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡ്യുവൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്യുവൽ വാലിഡ് ആയിരിക്കും. അതായത് ഒറിജിനൽ എക്സ്പ്രഷൻ വാലിഡ് ആണെങ്കിൽ ഡ്യുവലും വാലിഡ് ആയിരിക്കും. ഇതാണ് ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് തിയറമാണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. എ ആൻഡ് ബി ഓർ സി ഇസ് എ ബി ഓർ എ സി. അപ്പോൾ ഇത് നമുക്കറിയാം, ഇത് നമ്മുടെ കോമൺ ആൾജിബ്രയിൽ നിന്ന് എടുത്തതാണ്. അതിലുണ്ട് ഇതുപോലെ തന്നെ എ ആൻഡ് ബി ഓർ സി എന്ന് പറഞ്ഞാൽ കോമൺ ആൾജിബ്രയിലും എ ബി ഓർ എ സി ആണ്. പക്ഷേ ഇതിൻ്റെ ഡ്യുവൽ എങ്ങനെ ഫോം ചെയ്യാം? ഡ്യുവൽ ഫോം ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ എക്സ്പ്രഷനിലുള്ള എല്ലാ ആൻഡ് ഓപ്പറേഷനെയും ഓർ ഓപ്പറേഷനാക്കി മാറ്റണം, എല്ലാ ഓർ ഓപ്പറേഷനെയും ആൻഡ് ഓപ്പറേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. 2 സൈഡും, എക്സ്പ്രഷൻ്റെ 2 സൈഡും. അതുപോലെ സീറോസ് ഉണ്ടെങ്കിൽ അത് 1 ആക്കി മാറ്റണം, വൺസിനെ എല്ലാം സീറോസ് ആക്കി മാറ്റണം. അപ്പോൾ ഇതിനകത്ത് വൺസും സീറോസും ഇല്ല, ആകെയുള്ളത് ഓർ ഓപ്പറേഷനും ആൻഡ് ഓപ്പറേഷനും മാത്രമാണ്. അപ്പോൾ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം. ആൻഡിനെ എല്ലാം ഓർ ആക്കണം, ഓറിനെ എല്ലാം ആൻഡ് ആക്കണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് എ ആൻഡ് ബി ഓർ സി ആണ്. അപ്പോൾ എ ആൻഡ് ബി ഓർ സിക്ക് പകരം ഈ ആൻഡിനെ നമ്മൾ ഓർ ആക്കും. അപ്പോൾ എ ഓർ ബി ആൻഡ് സി ആക്കി. എ ഓർ ബി ആൻഡ് സി. ഇവിടെ ബി ഓർ സി എന്നുള്ളത് ബി ആൻഡ് സി ആയി, എ ആൻഡ് എന്നുള്ളത് ഓറായി. അപ്പോൾ എ ഓർ ബി ആൻഡ് സി.
ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ എ ബി ആണ് എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി ആണിത്. എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ അത് എ ഓർ ബി ആയി. ഓർ എന്നുള്ളത് ആൻഡ് ആയി. എ സി ഓർ എ ആൻഡ് സി എന്നുള്ളത് എ ഓർ സി ആയി. അതായത് ഈ എക്സ്പ്രഷൻ്റെ ഡ്യുവലാണ് ഈ എക്സ്പ്രഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉണ്ടെങ്കിൽ ഇതും ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ലോ തന്നെയാണ്. ഇതിന് രണ്ടിനെയും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്നാണ് വിളിക്കുക. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഓഫ് ഓർ ഓവർ ആൻഡ് ആണ്. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഓഫ് ആൻഡ് ഓവർ ഓർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡ്യുവൽ ഇത് ബൂലിയൻ ആൾജിബ്രയിൽ മാത്രമേ ഉള്ളൂ. അതായത് ഡ്യുവാലിറ്റി തിയറം ബൂലിയൻ ആൾജിബ്രയിൽ മാത്രമേ ഉള്ളൂ, കോമൺ ആൾജിബ്രയിൽ ഇല്ല. ഓക്കെ, എല്ലാ എക്സ്പ്രഷൻ്റെ കേസിലും നമുക്ക് ഇതേപോലെ ഡ്യുവൽസ് ഫോം ചെയ്യാം. പലപ്പോഴും ഡ്യുവൽ ഫോം ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും പല സർക്യൂട്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും സിമ്പിളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും അതുപോലെ തിയറംസ് പ്രൂവ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ബ്രാക്കറ്റ്സിൻ്റെ പൊസിഷൻസിൽ ലൊക്കേഷൻസിൽ മാറ്റം വരുത്തരുത്. ഇപ്പോൾ ബി ഓർ സി എന്നുള്ളത് ഇവിടെയാണ് ബ്രാക്കറ്റ് ഉള്ളത്, അതുകൊണ്ട് നമ്മൾ ബി സിക്ക് തന്നെ വേണം ബ്രാക്കറ്റ് ഇടാൻ. അതുകൊണ്ട് എക്കും ബിക്കും കൊണ്ട് ബ്രാക്കറ്റ് ഇടാൻ പാടില്ല. ബ്രാക്കറ്റിൻ്റെ പൊസിഷൻ പഴയത് തന്നെയായിട്ട് നിലനിർത്തണം. ഇവിടെ നോക്കുക, എ ബി എന്ന് പറയുന്നതാണ് ഒരു ഓപ്പറേഷൻ, ഇതിനെയാണ് ഓർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഇടുമ്പം എ ഓർ ബിക്ക് വേണം ബ്രാക്കറ്റ് ഇടാൻ. അതുപോലെ എ സിക്ക് വേണം എ ഓർ സി. നമ്മൾ ഓപ്പറേഷൻസിൻ്റെ പ്രിഫറൻസ് പറയുമ്പോഴും ഈ 3 ഓപ്പറേഷൻസിലുള്ളതിൻ്റെ പ്രിഫറൻസ് നോട്ട് എന്നുള്ള ഓപ്പറേഷനാണ് ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞ് ആൻഡ്, അത് കഴിഞ്ഞാൽ മാത്രമേ ഓറുള്ളൂ. അതുകൊണ്ട് ആ പ്രിഫറൻസ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എ ആൻഡ് ബിക്കാണ് പ്രിഫറൻസ്, അതുകൊണ്ട് ആ പ്രിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബ്രാക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ബേസിക് ആയിട്ടുള്ള തിയറംസ്. അപ്പോൾ തിയറംസ് എന്ന് പറയുന്നാൽ നമ്മൾ ഈ പോസ്റ്റ്ലേറ്റ്സും ബേസിക് ആയിട്ടുള്ള വാല്യൂസും ഓരോ ഓപ്പറേഷൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള വാല്യൂസ്, അങ്ങനെ ബേസിക് അടിസ്ഥാനമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അതിൽ നിന്ന് പ്രൂവ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ തിയറംസ് എന്ന് പറയുക. ഒരിക്കലും ഒരു തിയറം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു തിയറം നമുക്ക് വേണമെങ്കിൽ നേരത്തെ പ്രൂവ് ചെയ്ത തിയറം ഉപയോഗിച്ചും പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടേബിളിൽ കാണിക്കുന്നത് കുറേ പോസ്റ്റ്ലേറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയ പോസ്റ്റ്ലേറ്റ്സും തിയറംസുമാണ്. പോസ്റ്റ്ലേറ്റ് 2 എന്ന് പറയുന്നത്, പോസ്റ്റ്ലേറ്റ് 1 എന്ന് പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടിയാണ്, അത് നമ്മൾ കാണിച്ചിട്ടില്ല. പോസ്റ്റ്ലേറ്റ് 2 എന്ന് പറയുന്നത് എക്സ് ഓർ 0 ഈസ് എക്സ്, എക്സ് ഓർ 0 ഈസ് എക്സ്. അതിൻ്റെ ഡ്യുവലാണ് എക്സ് ആൻഡ് 1 ഈക്വൽ ടു എക്സ്. ഇത് നമ്മൾ പറഞ്ഞതാണ്, പക്ഷെ അത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഡ്യുവാലിറ്റി തിയറം ഉപയോഗിച്ച് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാവും. എക്സ് ഓർ 0 ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡ്യുവൽ കാണണമെങ്കിൽ ഓർ എന്നുള്ളതിനെ ആൻഡ് ആക്കണം, 0യെ 1 ആക്കണം. അപ്പോൾ എക്സ് ആൻഡ് 1 ആവും. അത് ഈക്വൽ ടു എക്സ്. റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം തന്നെയാണ്, എക്സ്. അതായത് ഒരു വേരിയബിളിനോട് കൂടെ 0 ഓർ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ചേഞ്ച് ചെയ്യില്ല, 1 ആൻഡ് ചെയ്ത് കഴിഞ്ഞാലും വാല്യൂ ചേഞ്ച് ചെയ്യില്ല. അടുത്തൊരു പോസ്റ്റ്ലേറ്റ് പറയുന്നത് എക്സ് ഓർ എക്സ് ബാർ ഈസ് 1. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്, എക്സ് ഓർ എക്സ് ബാർ ഈസ് 1. ഇതിൻ്റെ ഡ്യുവൽ എന്ന് പറഞ്ഞാൽ എക്സ് ആൻഡ് എക്സ് ബാർ ഈസ് 0, എക്സ് ആൻഡ് എക്സ് ബാർ ഈസ് 0. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇനി നമ്മളൊരു തിയറം പറയുകയാണ്, ഇതിൽ നിന്നും പ്രൂവ് ചെയ്തെടുക്കുന്ന ഒരു തിയറമാണ് എക്സ് ഓർ എക്സ് ഈസ് എക്സ്. അതായത് ഒരു വാരിയബിൾ അതിൻ്റെ അതുതന്നെയും 2 സിമിലർ ബൂലിയൻ വാല്യൂസ് തമ്മിൽ ഓർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ആണ്. അതുപോലെ തന്നെ ആൻഡിൻ്റെ കേസിലും ഇതിൻ്റെ ഡ്യുവാലിറ്റിയാണ്, ഓറിനെ നമ്മൾ ആൻഡാക്കി മാറ്റും, വേറെ ഒന്നും മാറ്റാനില്ല. അപ്പോൾ എക്സ് ഓർ എക്സ് എന്നുള്ളതിന് പകരം എക്സ് ആൻഡ് എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എക്സ്. അതായത് 2 വാരിയബിൾസ്, 2 വാല്യൂസ്, 2 ബൂലിയൻ വാല്യൂസ്, സെയിം വാല്യൂസ് തമ്മിൽ ആൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഓർ ചെയ്ത് കഴിഞ്ഞാലും ആ വാല്യൂ തന്നെയാണ്. അതായത് 0 ഓർ 0 ഈസ് 0, 1 ഓർ 1 ഈസ് 1, 0 ആൻഡ് 0 ഈസ് 0, 1 ആൻഡ് 1 ഈസ് 1. അപ്പോൾ അതാണ് പറയുന്നത്. അടുത്ത തിയറം ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. അടുത്ത തിയറം എക്സ് ഓർ 1 ഈസ് 1. 1 എന്ന് പറയുന്നത് നമുക്ക് ഒരു വേരിയബിളിനോട് കൂടെ ഓർ ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആയിട്ട് മാറും. അതേപോലെ 0 ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആയിട്ട് മാറും. ഇതിൻ്റെ ഡ്യുവലാണിത്. അതായത് എക്സ് ഓർ 1, ഈ ഓറിന് പകരം ആൻഡായി, 1ന് പകരം 0 ആയി. അപ്പോൾ ഇത് എക്സ് ആൻഡ് 0 ഈസ് 1, ഇവിടെ 0. ഇതിൻ്റെ ഡ്യുവലാണിത്. അടുത്തൊരു തിയറം ഇൻവല്യൂഷൻ തിയറം എന്ന് പറയും. എക്സ് ബാർ ഹോൾ ബാർ ഈസ് എക്സ്. അതായത് എക്സിൻ്റെ കോംപ്ലിമെൻ്റാണ് എക്സ് ബാർ, അതിനെ വീണ്ടും കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് തന്നെ കിട്ടും. എക്സിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് തന്നെയാണ്. ഇതിന് നമുക്ക് ഡ്യുവൽ പറയാൻ പറ്റില്ല.
ഇനി ഒരു പോസ്റ്റ്ലേറ്റ് നമ്മുടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ് എക്സ് ഓർ വൈ ഈസ് വൈ ഓർ എക്സ്. അപ്പോൾ ഇതിൻ്റെ ഡ്യുവൽ എടുക്കുകയാണെങ്കിൽ എക്സ് ആൻഡ് വൈ ഈസ് വൈ ആൻഡ് എക്സ്. അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ വേറൊരു തിയറമാണ് അസോസിയേറ്റീവ് തിയറം. എക്സ് ഓർ വൈ ഓർ ഇസഡ് ഈസ് എക്സ് ഓർ വൈ ഓർ ഇസഡ്. അതായത് ഇവിടെ നമ്മൾ വൈ ഓർ ഇസഡിനാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് തിരിച്ച് ചെയ്താലും വാല്യൂവിന് വ്യത്യാസമില്ല. മൂന്നും ഒരേ ഓപ്പറേഷനാണ്. എക്സ് ഓർ വൈ ഓർ ഇസഡ് ഈസ് എക്സ് ഓർ വൈ ഓർ ഇസഡ്. അപ്പോൾ ഇതിൻ്റെ ഡ്യുവൽ എടുക്കുമ്പോൾ ഓറെല്ലാം ആൻഡ് ആവും. അത്രയേ ഉള്ളൂ. അപ്പോൾ എക്സ് ആൻഡ് വൈ ഇസഡ് ഈസ് എക്സ് വൈ ആൻഡ് ഇസഡ്. എക്സ് വൈ ആൻഡ് ഇസഡ്. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമ്മുടെ പോസ്റ്റ്ലേറ്റ് ആണ്. എക്സ് നമ്മൾ കണ്ടതാണ്. എക്സ് ആൻഡ് വൈ ഓർ ഇസഡ് ഈസ് എക്സ് വൈ ഓർ എക്സ് ഇസഡ്. ഇതിൻ്റെ ഡ്യുവൽ എടുക്കുമ്പം എക്സ് ഓർ വൈ ഇസഡ്. റൈറ്റ് ഹാൻഡ് സൈഡ് എക്സ് വൈ ഓർ എക്സ് ഇസഡ് ആണ്. അത് എക്സ് ഓർ വൈ ആൻഡ് എക്സ് ഓർ ഇസഡ് വരും. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണിത്. ഇനിയുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് തിയറംസ് ആണ്. ഡിമോർഗൻസ് തിയറം എന്ന് പറയുന്നത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമുക്ക് ആവശ്യം വരുന്നത് തന്നെയാണ്. എക്സ് ഓർ വൈ ഹോൾ ബാർ ഈസ് എക്സ് ബാർ ഓർ വൈ ബാർ. എക്സ് ബാർ ആൻഡ് വൈ ബാർ. എക്സ് ഓർ വൈ ഹോൾ ബാർ ഈസ് എക്സ് ബാർ ആൻഡ് വൈ ബാർ. അതുപോലെ ഇതിൻ്റെ ഡ്യുവൽ എടുക്കുമ്പം എക്സ് വൈ ഹോൾ ബാർ ഈസ് എക്സ് ബാർ ഓർ വൈ ബാർ. എക്സ് വൈ ഹോൾ ബാർ ഈസ് എക്സ് ബാർ ഓർ വൈ ബാർ. അടുത്തൊരു തിയറം അതിനെ അബ്സോർപ്ഷൻ തിയറം എന്നാണ് പറയുക. എക്സ് ഓർ എക്സ് വൈ ഈസ് എക്സ്. എക്സ് ഓർ എക്സ് വൈ ഈസ് എക്സ്. അതിൻ്റെ ഡ്യുവൽ എക്സ് ആൻഡ് എക്സ് ഓർ വൈ ഈസ് എക്സ്. എക്സ് ആൻഡ് എക്സ് ഓർ വൈ ഈസ് എക്സ്. അപ്പോൾ ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. ഇത് വളരെ അത്യാവശ്യം ഉള്ളതാണ്. ഇതെല്ലാം മറന്നു പോകാതെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആവശ്യമുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു പോസ്റ്റ്ലേറ്റ്സ് ആണ്. 5 പോസ്റ്റ്ലേറ്റ്സ്. ഒന്ന് ക്ലോഷർ പ്രോപ്പർട്ടി, പിന്നെ 4 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ പോസ്റ്റ്ലേറ്റ്സിന് നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ തിയറം എന്ന് പറയുക. എ ഫോർമുല ഓർ എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം പോസ്റ്റ്ലേറ്റ്, അതിനെയാണ് നമ്മൾ തിയറം എന്ന് പറയുക. അല്ലെങ്കിൽ ഓർ ഫ്രം അതർ പ്രൂവൺ തിയറംസ്, അല്ലെങ്കിൽ നേരത്തെ പ്രൂവ് ചെയ്ത ഒരു തിയറത്തിൽ നിന്ന് നമുക്ക് പുതിയൊരു തിയറം പ്രൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ബേസിക് തിയറംസ് ഓഫ് ബൂലിയൻ ആൾജിബ്ര നമ്മൾ കണ്ടു. എക്സ് ഓർ എക്സ് ഈസ് എക്സ്, അതിൻ്റെ ഡ്യുവൽ എക്സ് ആൻഡ് എക്സ് ഈസ് എക്സ്. ഇത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. എക്സ് ഓർ എക്സ് ഈസ് എക്സ്, ഇതിൻ്റെ പ്രൂഫ്. അപ്പോൾ നമുക്ക് ഈ കേസിൽ നമ്മുടെ ഒന്നാമത്തെ തിയറമാണിത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആകെ ഈ പോസ്റ്റ്ലേറ്റ്സ് മാത്രമേ ഉള്ളൂ. ഈ പോസ്റ്റ്ലേറ്റ്സ് നിന്ന് വേണം നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്തെടുക്കാൻ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. എക്സ് ഓർ എക്സ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. അപ്പോൾ നമ്മൾ എക്സ് ഓർ എക്സ് ആൻഡ് 1 എന്ന് കൊടുത്തു. ഈ ആൻഡ് 1 എന്ന് കൊടുക്കുന്നത് ഇതാണ് അതിൻ്റെ പ്രൂഫ് ഉപയോഗിച്ചിരിക്കുന്നത്. 2b എന്ന് പറഞ്ഞാൽ ഇതാണ്. എക്സ് ആൻഡ് 1 ഈസ് എക്സ്. നമുക്കറിയാം ഒരു വേരിയബിളിനോട് കൂടെ 1 ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്നില്ല. അതുകൊണ്ട് നമുക്ക് എക്സ് ഓർ എക്സിനോട് കൂടെ ആൻഡ് 1 എന്ന് എഴുതാം. നോ പ്രോബ്ലം. ചേഞ്ച് വാല്യൂ മാറുന്നില്ല. ഓക്കെ. ഇനി ഇതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അല്ല, ഈ തിയറം അപ്ലൈ ചെയ്യാണ്. എക്സ് ഓർ എക്സ് ബാർ ഈസ് 1. അപ്പോൾ നമ്മൾ ഈ 1നെ ഈ വാല്യൂ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാണ്. അതായത് എക്സ് ഓർ എക്സ് ബാർ ഈസ് 1 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ 1ന് പകരം എക്സ് ഓർ എക്സ് ബാർ എന്ന് എഴുതി. ഇനി ഇതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ 4b അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെയാണുള്ളത്. എക്സ് ഓർ വൈ ഈസ് എക്സ് ഓർ വൈ ആൻഡ് എക്സ് ഓർ ഇസഡ് ഈസ് എക്സ് ഓർ വൈ സെഡ് എന്നുള്ളതാണ്. അതായത് എക്സ് ഓർ വൈയും എക്സ് ഓർ ഇസഡും ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ് ഓർ വൈ സെഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിന് പകരം എക്സ് ഓർ ഇതിങ്ങനെയാണ് എക്സ് ഓർ എക്സും എക്സ് ഓർ എക്സ് ബാറും. അപ്പോൾ എക്സ് ഓർ എക്സ് ഇസഡ് ബാർ, എക്സ് ഓർ എക്സ് ഇസഡ് ബാർ. അപ്പോൾ ഇനി എക്സ് ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. അതായത് ഒരു വേരിയബിളും അതിൻ്റെ കോംപ്ലിമെൻറ്റും തമ്മിൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് 0 ആയിട്ട് മാറും. ഇത് പറയുന്നത് 4b ആണ്. 5b ആണ്. 5b എങ്ങനെയാണ്? എക്സ് എക്സ് ബാർ ഈസ് 0. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം 0 ആയി പോകും.
ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ് ഓർ 0 ഈസ് എക്സ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രൂഫ് അതാണ്. എക്സ് ഓർ 0 എന്ന് പറഞ്ഞാൽ അത് എക്സ് ആണ്. കാരണം ബൈ ദിസ് പോസ്റ്റ്ലേറ്റ്, ഈ പോസ്റ്റ്ലേറ്റ് പ്രകാരം എക്സ് ഓർ 0 ഈസ് എക്സ് 2a പ്രകാരം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് കിട്ടി. ഇങ്ങനെയാണ് തിയറംസ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ എക്സാമ്പിൾസ് തിയറംസ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കൊരു തിയറം കിട്ടി. ഈ തിയറം കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള തിയറംസിനെയൊക്കെ പ്രൂവ് ചെയ്യാം. അതുപോലെ ഇതിനെ നമുക്കിപ്പം ഇങ്ങനെ ഒരെണ്ണം നമുക്ക് നമ്മുടെ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് നമുക്കൊരു വാലിഡ് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഇത് വാലിഡാണ്. ഇതുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഇതിൻ്റെ ഡ്യുവൽ എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഡ്യുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഓർ എക്സ് ഇസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്യുവൽ എക്സ് ആൻഡ് എക്സ് ഇസ് എക്സ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡ്യുവലും നമുക്ക് പ്രൂഫില്ലാതെ തന്നെ എഴുതാം. എങ്കിലും അതിൻ്റെ പ്രൂഫ് ഇവിടെ കൊടുക്കുകയാണ്. വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ പ്രൂഫ് കാണിക്കുകയാണ്. എക്സ് ആൻഡ് എക്സ് ഇസ് എക്സ് എക്സ് ഓർ 0. കാരണം ഓർ 0 നമുക്ക് ഏതിൻ്റെ കൂടെയും എഴുതാം. ഓർ 0 ചെയ്യുന്നതുകൊണ്ട് വാല്യൂ ചേഞ്ച് ആവുന്നില്ല. എക്സ് ഓർ 0 എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. ഇനി 0യെ നമ്മൾ എക്സ് എക്സ് ബാർ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു, ഈ വാല്യൂ കൊണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതാം. പിന്നെ നമ്മൾ അതിന് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി എക്സ് എക്സ് ബാർ എക്സ് ഓർ എക്സ് ബാർ ഈസ് 1 ആണ്. അത് നമ്മുടെ പ്രൂഫുള്ളതാണ്. 4a ഇതാണ് ഇത് പ്രകാരം, അല്ല ഇത് 5a പ്രകാരം പ്രൂഫുള്ളതാണ്. എക്സ് ഓർ എക്സ് ബാർ ഈസ് 1. ഇനി എക്സ് ആൻഡ് 1 ഈസ് 2b പ്രകാരം എക്സ് ആൻഡ് 1 ഈസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് എക്സ് കിട്ടും. അപ്പോൾ എക്സ് ആൻഡ് എക്സ് ഈസ് എക്സ്. ഇതാണ് നമ്മുടെ തിയറം 1b എന്ന് പറയുന്നത്. 1a എന്ന് പറയുന്നത് എക്സ് ഓർ എക്സ് ഈസ് എക്സ് എന്നുള്ളതാണ്. ഈ രണ്ട് തിയറംസ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു. ഓക്കെ, നമുക്ക് അടുത്ത പ്രൂഫിലേക്ക് പോകാം. പ്രൂഫ് ഓഫ് എക്സ് ഓർ 1 ഈസ് 1. ഇപ്പോൾ എക്സ് ഓർ 1 ഈസ് 1 ആൻഡ് എക്സ് ഓർ 1. അതായത് നമ്മൾ ഇതിനോട് കൂടെ 1 ആൻഡ് ചെയ്യുന്നു. 1 ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഐഡൻറ്റിറ്റിയാണ്, അതിനകത്ത് ചേഞ്ച് വരുന്നില്ല. അപ്പോൾ എക്സ് ഓർ എക്സ് ബാർ, ഈ 1നെ നമ്മൾ മാറ്റി എഴുതുകയാണ് എക്സ് ഓർ എക്സ് ബാർ. കാരണം എക്സ് ഓർ എക്സ് ബാർ ഈസ് 1 ആണ്. 5a പ്രകാരം എക്സ് ഓർ എക്സ് ബാർ ഈസ് 1. ഇനി 4b പറയുന്നത് എക്സ് ഓർ വൈ ആൻഡ് എക്സ് ഓർ ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് ഓർ വൈ സെഡ് എന്ന് എഴുതാം. അതായത് യെസ്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. ഇതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ഓർ എക്സ് ബാർ ഇസഡ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ഓർ എക്സ് ബാർ ആൻഡ് എക്സ് ഓർ 1 എന്നുള്ളതാണ്. അതായത് ഇത് റൈറ്റ് ഹാൻഡ് സൈഡാണ്. അതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് റെഡ്യൂസ് ചെയ്തു. ഇനി എക്സ് ആൻഡ് 1, സോറി എക്സ് ബാർ ആൻഡ് 1. എക്സ് ബാർ ആൻഡ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് 1 എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഫോർ ആൻഡ് ആണ്, ആൻഡ് ഓപ്പറേഷനാണ്. അതുകൊണ്ട് എക്സ് ബാർ ആണ്. അപ്പോൾ എക്സ് ഓർ എക്സ് ബാർ. ഇനി എക്സ് ഓർ എക്സ് ബാർ നമുക്കറിയാം അത് 1 ആണ്. കാരണം ഒരു നമ്പറും അതിൻ്റെ കോംപ്ലിമെൻറ്റും തമ്മിൽ ഓർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും 1 ആണ് കിട്ടുക. എക്സ് ഓർ എക്സ് ബാർ ഈസ് 1. ഇങ്ങനെ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം. ഇനി അടുത്ത പ്രൂഫ് ഇതിൻ്റെ ഡ്യുവാലിറ്റിയാണ്. എക്സ് ഓർ 1 ഈസ് 1 എന്നുള്ളതിൻ്റെ ഡ്യുവൽ എന്ന് പറയുന്നത് എക്സ് ആൻഡ് 1 ഈസ് എക്സ് ആൻഡ് 0 ഈസ് 0 എന്നുള്ളതാണ്. എക്സ് ആൻഡ് 0 ഈസ് 0. അപ്പോൾ അത് പ്രൂവ് ചെയ്യുന്നതും സിമിലർ ആയിട്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതേ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമുക്കിതിനെ സെയിം റൂൾസ് തന്നെ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമതൊരു തിയറം പറയുകയാണ് എക്സ് ബാർ ഹോൾ ബാർ ഈസ് എക്സ്. അടുത്തൊരു തിയറം അബ്സോർപ്ഷൻ പ്രോപ്പർട്ടിയാണ്. അബ്സോർപ്ഷൻ അതായത് എക്സ് ഓർ എക്സ് വൈ ഈസ് എക്സ്. ഇവിടെ വൈ എന്നുള്ള വാരിയബിൾ ഇതിൽ നിന്ന് ഡിസപ്പിയർ ആകും. അതുകൊണ്ടാണ് അതിന് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ പ്രൂവ് ചെയ്യുമ്പോൾ എക്സ് ഓർ എക്സ് വൈ ഈസ് എക്സിനെ നമ്മൾ എക്സ് ആൻഡ് 1 എന്ന് എഴുതി.
എക്സ് ആൻഡ് 1 എന്ന് എഴുതാം. എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ എക്സ് വൈ എന്ന് കിട്ടി. ഇതിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ആൻഡ് 1 ഓർ വൈ എന്ന് കിട്ടും. അപ്പോൾ 1 ഓർ വൈ തന്നെയാണ് വൈ ഓർ 1 എന്ന് പറയുന്നത്. അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി വൈ ഓർ 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് നമുക്കറിയാം ഏത് വാരിയബിളിനോട് കൂടിയും 1 ഓർ ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആവും. ഇനി എക്സ് ആൻഡ് 1 എന്ന് പറഞ്ഞാൽ അത് എക്സ് തന്നെയാണ്. അപ്പം ഇങ്ങനെ നമുക്ക് എക്സ് ഓർ എക്സ് വൈ എന്നുള്ളതിന് പകരം എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് പ്രൂഫ്. ഇനി അതിൻ്റെ ഡ്യുവലാണ് എക്സ് ഓർ എക്സ് വൈ ഇസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് ആൻഡ് എക്സ് ഓർ വൈ ഇസ് എക്സ് അങ്ങനെയും പറയും. എക്സ് ആൻഡ് എക്സ് ഓർ വൈ ഇസ് എക്സ്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് വേറൊരു മെത്തേഡ് ഉപയോഗിച്ചാണ് കാണിച്ചിരിക്കുന്നത്. ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് നമ്മളിതിൻ്റെ പ്രൂഫ് കാണിക്കുകയാണ്. ഇത് എക്സ്, ഇത് വൈ, ഇത് എക്സ് വൈ, ഇത് എക്സ് ഓർ എക്സ്. ഈ ലാസ്റ്റ് കോളം എക്സ് ഓർ എക്സ് വൈ ആണ്. അതായത് ഫസ്റ്റ് കോളം എക്സ്, സെക്കൻഡ് കോളം വൈ, ഇത് എക്സ് വൈ, ദിസ് ഈസ് എക്സ് ഓർ എക്സ് വൈ. ഈ ഫസ്റ്റ് കോളവും തേർഡ് കോളവും തമ്മിലുള്ള ഓർ ഫംഗ്ഷൻ. ഈ ഇവിടെ വൈ വിട്ടുപോയതാണ്. ഈ ആൻസർ എഴുതിയിരിക്കുന്ന കറക്റ്റാണ്, എക്സ് ഓർ എക്സ് വൈ. അപ്പോൾ ഇത് തന്നെയാണ് എക്സ്. ദറ്റ് മീൻസ് ഇത് ഈ ലാസ്റ്റ് കോളം കാണിക്കുന്നത് എക്സ് ഓർ എക്സ് വൈ എന്നുള്ളതാണ്. എക്സ് ഓർ എക്സ് വൈ ഈക്വൽ ടു എക്സ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഈ കോളമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഈ ഫസ്റ്റ് കോളവും ലാസ്റ്റ് കോളവും സെയിം ആണ് എന്ന് പറഞ്ഞാൽ എക്സ് ഓർ എക്സ് വൈ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. അതാണ് പ്രൂഫ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാനുള്ളത് ഡിമോർഗൻസ് തിയറം ആണ്. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഈ വീഡിയോ നമ്മളിതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്ത ഇത്രയും പോർഷൻസ് പഠിച്ചിട്ട് വരിക. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.